ചേച്ചി ഈ പവർ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ സാരി ഉടുക്കുന്നവർക്കും പവർ ഡ്രസ്സിങ് പറ്റുമോ? പിന്നെ എന്താ പറ്റാത്തത്? ഇപ്പം ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ഒരു പ്ലെയിൻ കളേർഡ് ലിനൻ സാരി ആയിക്കോട്ടെ, നല്ലൊരു ക്രിസ്പ് ഖാദി കോട്ടൺ ആയിക്കോട്ടെ, അതിട്ട് നമ്മളൊരു വെൽ ടൈലേർഡ് ബ്ലൗസൊക്കെ ഇടുമ്പോൾ അതെന്ത് മെസ്സേജാണ് തരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ പറയുന്നതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് നമ്മൾ ആൾക്കാരെ, നമ്മളെ കാണുന്നവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഈ സാരി ഇതിന് വളരെ പ്രിൻറ്റ് മിനിമലാണ്, കണ്ടോ? അപ്പോൾ ഇതിനൊരു വെൽ ടൈലേർഡ് ബ്ലൗസ് ഇട്ടാൽ അങ്ങനെ ഒരു ഇമേജ് കൊടുക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഫ്ലോയി ഫാബ്രിക്, ഇപ്പോൾ ഇതാ ഈ ഫാബ്രിക്, ഈ സിൽക്ക് ഫ്ലോയി ഫാബ്രിക്, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് ഒരു ബ്ലേസറോ അല്ലെങ്കിൽ ഒരു ബെൽറ്റോ ഒക്കെ ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മോഡേൺ ആണ്, അറ്റ് ദ സെയിം ടൈം എലിഗൻ്റ് ആണ്, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റൈല് എനിക്ക് കാണിക്കണം എന്നാണ് ആ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ സിൽക്ക് സാരീസ്, ഇപ്പോൾ ടസർ സിൽക്സിൻ്റെ ഒരു ജുവൽ ലൈക്ക് എമറാൾഡ് ഗ്രീൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിച്ച് ഷെയ്ഡ് ഇട്ടിട്ട് ഒരു കോളേർഡ് ബ്ലൗസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഇടുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു ക്ലാസി അല്ലെങ്കിൽ ഒരു റിച്ച് എലിഗൻറ്റ് ലുക്കാണ്. ഓക്കെ, അപ്പം വിത്ത് മിനിമൽ ജ്വല്ലറി. അപ്പം ഓരോ ഇതിനും ഓരോ മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പം സാരി ഉടുക്കുന്നവർക്ക് ഒരു എന്താ പറയുക, സങ്കടവും വേണ്ട, പവർ ഡ്രസ്സിങ് നമുക്ക് പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും.